ഈ വർഷം റിലീസ് ചെയ്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ട സിനിമയാണ് ഭ്രമയുഗം. പുത്തൻ സാങ്കേതിക വിദ്യകളുള്ള ഈ കാലത്ത് പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ റിലീസ് ചെയ്ത ചിത്രത്തിന് വൻ പ്രേക്ഷക നിരൂപക സ്വീകാര്യത ലഭിച്ചിരുന്നു. രാഹുൽ സദാശിവന്റെ സംവിധാനത്തിൽ റിലീസ് ചെയ്ത ചിത്രം നിർമ്മിച്ചത് തെന്നിന്ത്യൻ പ്രമുഖ നിർമ്മാണ കമ്പനിയായ നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് ആയിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന് കോപ്പിറൈറ്റ് ഏർപ്പെടുത്തിയ വിവരം അറിയിച്ചിരിക്കുകയാണ് നിർമ്മാതാക്കൾ. തങ്ങളുടെ അനുമതിയില്ലാതെ ഭ്രമയുഗത്തിലെ സംഗീതം, സംഭാഷണങ്ങൾ, കഥാപാത്രങ്ങളുടെ പേരുകൾ, ഫോട്ടോകൾ എന്നിവ ഉപയോഗിക്കരുത് എന്നാണ് അറിയിപ്പ്. നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസിന്റെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ പേജുകൾ വഴിയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ഭ്രമയുഗത്തിന്റെ പേരും ലോഗോയും ട്രേഡ് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നും ചിത്രത്തിലെ ഘടകങ്ങൾ വാണിജ്യ ആവശ്യങ്ങൾക്കായി അനുമതിയില്ലാതെ ഉപയോഗിക്കുന്നത് നിയമപരമായി തന്നെ നേരിടുമെന്നും നിർമ്മാതാക്കൾ പ്രസ്താവനയിൽ അറിയിച്ചിരുന്നു. വാണിജ്യ ആവശ്യങ്ങൾ, ഗാനങ്ങളുടെ കവർ പതിപ്പുകൾ, നാടകം, സ്കിറ്റ്, സ്റ്റേജ് പ്രോഗ്രാമുകൾ തുടങ്ങി എല്ലാത്തിനും ലൈസൻസ് വാങ്ങിക്കേണ്ടതാണെന്നും ഇവർ വ്യക്തമാക്കുന്നുണ്ട്. 2024 ഫെബ്രുവരിയിൽ മലയാള സിനിമയ്ക്ക് മികച്ച കളക്ഷനാണ് ലഭിച്ചത്. പ്രേമല്ലു, മഞ്ഞുമൽ ബോയ്സ് എന്നിവ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റുകളാണ്. ഫുൾ ഓൺ എന്റർടൈൻമെന്റ് ഫാക്ടുകളുള്ള ഈ രണ്ട് ചിത്രങ്ങൾക്കൊപ്പമാണ് ഭ്രമയുഗം കട്ടയ്ക്ക് പിടിച്ചു നിന്നത്. അത് പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരുങ്ങിയ സിനിമ. ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ ലഭിക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ എന്ന ഖ്യാതി ഭ്രമയുഗത്തിനാണെന്ന് അണിയറ പ്രവർത്തകർ നേരത്തെ അറിയിച്ചിരുന്നു. ചിത്രത്തിൽ സിദ്ധാർത്ഥ് ഭരതൻ, അർജുൻ അശോകൻ, അമാൽഡ ലിസ്, മണികണ്ഠൻ എന്നിവരാണ് മമ്മൂട്ടിക്കൊപ്പം കഥാപാത്രങ്ങളായി ഉണ്ടായിരുന്നത്. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.